ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വളരെ വിനയത്തോടെ സ്നേഹത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്നത്തെ ദിവസം വ്യാഴാഴ്ച, ഈ മാസത്തെ അവസാനത്തെ ദിവസം, അതായത് 30-ാമത്തെ ദിവസം, ഈ വർഷത്തെ 120-ാമത്തെ ദിവസം, ഉയർപ്പിന് ശേഷം 26-ാമത്തെ ദിവസമാണ്. ഇന്ന് 491-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം മിസ്പ, കാവൽ ഗോപുരങ്ങൾ. മിസ്പ, കാവൽ ഗോപുരങ്ങൾ. മനുഷ്യന്റെ രക്ഷയും ജീവജാലങ്ങളുടെ രക്ഷയും പരസ്പര പൂരകങ്ങളാണ് എന്ന് നമുക്കേവർക്കും അറിയാം. ദൈവസൃഷ്ടിയുടെ കാവലാളായി മിസ്പ ഗോപുരങ്ങളിൽ ായിരിക്കുവാൻ ഓരോ വിശ്വാസിക്കും ചുമതല ഉണ്ട്. മിസ്പ എന്ന വാക്കിന് കാവൽ ഗോപുരം, കാവൽ മാടം, കാവൽക്കാരൻ, ജാഗരിക്കുന്ന സ്ഥലം എന്നെല്ലാം അർത്ഥമാകുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ പദം ആദ്യമായി കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 31:49 യാക്കോബും ലാബാനും തമ്മിൽ ഉടമ്പടി ചെയ്ത സ്ഥലമാണത്. അവർ തമ്മിൽ തർക്കമുണ്ടായപ്പോൾ യാക്കോബ് ഒരു വലിയ കല്ലെടുത്ത് തൂണായി നാട്ടി അതിനു ചുറ്റും കല്ലുകൾ കൊണ്ട് വലിയ ഒരു കൂമ്പാരമുണ്ടാക്കി. ഉൽപ്പത്തി പുസ്തകം 31 44 മുതൽ 54 വരെയുള്ള വേദഭാഗത്ത് ഇത് എടുത്തു പറയുന്നുണ്ട്. ദോഷത്തിനായി ഞാൻ ഈ കൂമ്പാരം കടന്ന് നിന്റെ അടുക്കൽ വരാതെയും ഈ കൂമ്പാരവും തൂണും കടന്ന് നീ എൻ്റെ അടുക്കൽ വരാതെയും ഇരിക്കേണ്ടതിന് ഈ കൂമ്പാരം സാക്ഷി, ഈ തൂണും സാക്ഷി. അവർ തമ്മിൽ ഈ ഉടമ്പടി ചെയ്ത ഈ സ്ഥലത്തിന് ഗയർ സഹൂദ എന്ന് അരമായ ഭാഷയിലും ഗലീദ് എന്ന് എബ്രായ ഭാഷയിലും പേരായി. എങ്കിലും ലാബാന്റെ നിർദ്ദേശപ്രകാരം അതിന് ഗവേദ് സാക്ഷ്യത്തിന്റെ കൂമ്പാരം എന്നും മിസ്പ കാവൽ മാടം എന്നും പേർ വിളിക്കപ്പെട്ടു. ഈ കൂമ്പാരം എനിക്കും നിനക്കും മധ്യേ സാക്ഷി. നാം തമ്മിൽ അകന്നിരിക്കുമ്പോൾ യഹോവ എനിക്കും നിനക്കും മധ്യേ കാവലായിരിക്കട്ടെ എന്ന് ലാബാൻ യാക്കോബിനോട് കരാറുണ്ടാക്കി. അതിനാൽ ആ സ്ഥലത്തിന് മിസ്പ എന്ന് പേരായി. അവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടി അനുഷ്ഠിക്കുവാൻ ദൈവം മധ്യസ്ഥനായും കാവലാളായും നിൽക്കുന്നു. ഭൗമികമായ എല്ലാ കരാറുകളും കാത്തു സൂക്ഷിക്കപ്പെടേണ്ടത് ദൈവത്തിന്റെ അദൃശ്യകരങ്ങളിൽ കൂടിയാണ്. അവനുമായി നമ്മുടെ ബന്ധം സദൃഢമാക്കുമ്പോൾ നമുക്ക് ഈ ലോക വ്യവഹാരങ്ങളിലും അത് അനുഗ്രഹം പ്രദാനം ചെയ്യും എന്നത് സത്യമാണ്. മനുഷ്യബന്ധങ്ങളുടെ പൂർണ്ണത ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസപൂർണമായ സമർപ്പണ ബോധത്തിലാണ് പവിത്രീകരിക്കപ്പെടുന്നത്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കർത്താവായ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നുവെന്ന് 127-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സങ്കീർത്തനക്കാരൻ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, അത്യുന്നതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. സങ്കീർത്തനം 91-1 മുതൽ 6 വരെയുള്ള വേദഭാഗം ഏതാണ്ട് എല്ലാവർക്കും ബൈഹാർട്ടാണ്. അത് അവിടുത്തെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. നിന്റെ എല്ലാ വഴികളിലും കാക്കേണ്ടതിന് അവൻ തന്റെ മാലാഖമാരോട് കൽപ്പിക്കും എന്നുള്ള വാഗ്ദാനവും സങ്കീർത്തനക്കാരൻ ഇവിടെ നൽകുന്നു. യഹോവയും അവന്റെ ദൂതന്മാരും നമ്മുടെ വഴികൾ കാക്കുവാനായി സദാ സന്നദ്ധരായി നിൽക്കുന്നുവെന്ന് സാരം. സങ്കീർത്തനക്കാരൻ വിശ്വാസ ദൃഢതയോടെ വിനയ പുരസ്സരം വീണ്ടും ഇപ്രകാരം സാക്ഷിച്ച് പ്രഖ്യാപിക്കുന്നു: നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവ് തന്റെ വലതുകൊണ്ട് നിനക്ക് നേരിടും. പകലാദ്യത്തിനെങ്കിലും രാത്രിയിൽ ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകല ദോഷങ്ങളിൽ നിന്നും നിന്നെ കാത്തുകൊള്ളും. നിന്റെ ആത്മാവിനെ അവൻ കാത്തുകൊള്ളും. നിന്റെ ഗമനത്തെയും ആഗമനത്തെയും അവൻ കാത്തുകൊള്ളും. നിന്റെ കാൽ ഇളകുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാരൻ ഉറങ്ങുകയുമില്ല എന്ന് 121-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അതേ, യഹോവ തന്നെ നമ്മുടെ കാവൽക്കാരനാകുവാൻ വിരഹിതമായിരിക്കുന്നു. ഉറക്കം തൂങ്ങാതെ ഉറങ്ങാതെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സദാ നമുക്ക് വേണ്ടി ജാഗരിക്കുന്ന കാവൽക്കാരൻ.
നമ്മുടെ ഗമനവും ആഗമനവും കാത്തുകൊള്ളുന്നവൻ, സകല ദോഷങ്ങളിൽ നിന്നും നമ്മുടെ ആത്മാവിനെ കാത്തുകൊള്ളുന്നവൻ, വലത് കൈകൊണ്ട് നമുക്ക് നേരിടുന്നവൻ. അതുകൊണ്ട് ഞാൻ പർവ്വതത്തിലേക്ക് തന്നെ എൻ്റെ കണ്ണുകളെ ഉയർത്തുമെന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ എടുത്തു പറയുന്നു. രണ്ടുപേർ തമ്മിലുള്ള ഉടമ്പടിക്ക് ദൈവം സാക്ഷിയായി നിൽക്കുന്നുവെന്ന ധ്വനി ഉള്ളതിനാലായിരിക്കാം യഹോവയുടെ കൂടാരത്തിനടുത്ത് ജനങ്ങൾ ഒത്തുചേർന്ന് സ്ഥലങ്ങൾക്ക് കാലക്രമത്തിൽ മിസ്പ, മിസ്ഫേ എന്നെല്ലാം പേരിട്ടിരുന്നത്. പഴയ നിയമത്തിൽ അനേകം സന്ദർഭങ്ങളിൽ ഈ വാക്ക് കാണപ്പെടുന്നുണ്ട്. അമോര്യർ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ഗിലെയാദിൽ പാളയമിറങ്ങിയപ്പോൾ ഇസ്രായേൽക്കാർ മിസ്പയിൽ ഒന്നിച്ചുകൂടി. ഗിലെയാദ്യനായ യിഫ്താഹിനെ അവരുടെ സൈന്യാധിപനായി തിരഞ്ഞെടുത്തു. യിഫ്താഹ് അവരുമായി ഉടമ്പടി ചെയ്തു. ദൈവസന്നിധിയിൽ ഒരു നേർച്ച നേർന്നതായും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. യുദ്ധത്തിന് പുറപ്പെട്ടു. യഹോവ നമ്മുടെ മധ്യേ സാക്ഷി. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 10-ാം വാക്യത്തിലുണ്ട് എന്ന് പറഞ്ഞ് മൂപ്പന്മാർ അവനെ അയച്ചു. യുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ചു. ഇതെല്ലാം നടന്നത് മിസ്പയിൽ വെച്ചാണ് എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ബെന്യാമീന്യർക്കെതിരെ ഇസ്രായേൽ ഒത്തുകൂടിയതും മിസ്പയിൽ ആയിരുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. 1 ശമൂവേൽ 7:1 മുതൽ 6 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ബെന്യാമീൻ ഗോത്രക്കാരനായ ശൗലിനെ ശമൂവേൽ ദീർഘദർശി ഇസ്രായേൽക്കാരുടെ 1ാമത്തെ രാജാവായി അഭിഷേകം ചെയ്തതും മിസ്പയിൽ വെച്ചായിരുന്നു എന്ന് 1 ശമൂവേൽ 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാവും. ദൈവം നമ്മുടെ കാവൽക്കാരനായിരിക്കുന്നത് പോലെ തന്നെ ദൈവജനവും കാവൽക്കാരാണ്. ഭക്തി ജീവിതത്തിൽ നമ്മെ തന്നെയും നമ്മുടെ വിശ്വാസത്തെയും കാത്തു സൂക്ഷിക്കുമ്പോൾ ആണ് ദൈവം നമ്മുടെ മിസ്പ ആയി മാറുന്നത്. സമൂഹ ജീവിതത്തിൽ മൂല്യങ്ങളെ മുറുകെ പിടിക്കണം. സഭയുടെ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കണം. രാഷ്ട്രത്തിലെ നിയമങ്ങൾക്ക് വിധേയരായിരിക്കണം. നാം അധിവസിക്കുന്ന ഭൂമിയുടെ പ്രകൃതി സമ്പത്തും മനോഹാരിതയും സംരക്ഷിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. നിന്നെ തന്നെ കാത്തുകൊള്ളണമെന്ന് മോശ ഇസ്രായേൽ ജനതയോട് ആവശ്യപ്പെട്ടു. കണ്ണാലെ നീ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മറക്കാതെയും സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിഷ്കളങ്കതയോടുകൂടി തന്നെത്താൻ കാക്കുന്നതാണ് യഥാർത്ഥ ഭക്തി എന്ന് യാക്കോബ് ശ്ലീഹ സാക്ഷിക്കുന്നുണ്ട്. യാക്കോബ് 1:27 അത് പറയുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. 2 തിമോഥെയോസ് 4:7. വിശ്വാസം കാക്കുന്നവർക്കാണ് പ്രതിഫലം. ഫിലാഡൽഫിയയിലെ സഭയെപ്പറ്റി വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം കർത്തൃവചനം മുഴങ്ങിക്കേൾക്കുന്നു: നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശങ്ങളെയും നിന്റെ കൺമണി പോലെ കാത്തുകൊള്ളുക എന്ന് സദൃശവാക്യത്തിലും പറയുന്നുണ്ട്. സദൃശവാക്യം 7:2. നമ്മുടെ ശരീരാവയവങ്ങളെ നാം തിരുഹിതത്തിനായി വേർതിരിച്ച് അവയെ അശുദ്ധിയിൽ അകപ്പെടാതെ കാത്തു സൂക്ഷിക്കണമെന്ന് വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ ആദരങ്ങൾക്കാണ് ഒരു പക്ഷേ ഏറ്റവും നിയന്ത്രണം ആവശ്യമായിരിക്കുന്നത്. എൻ്റെ ഹൃദയം ഒരു ദുഷ്കാര്യത്തിന് ചായാതെയും ഞാൻ അന്യായക്രിയകളെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ വായ്ക്ക് ഒരു കാവൽക്കാരനെയും എൻ്റെ ആദരങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമേ എന്ന് ദാവീദ് യഹോവയോട് പ്രാർത്ഥിക്കുന്നതായി നാം ആ വേദഭാഗം കാണുന്നുണ്ട്. അതായത് സങ്കീർത്തനം 141:3-4 കാണുന്നുണ്ട്. യാക്കോബ് ശ്ലീഹ 3-ാം അധ്യായം 5-ാം വാക്യം നോക്കുമ്പോൾ അതിൽ ഇപ്രകാരം പറയുന്നു: നാവ് ഒരു ചെറിയ അവയവമെങ്കിലും അത് ഒരു അഗ്നി അത്രേ. കുറഞ്ഞ തീ വലിയ ഒരു കാട് കത്തിക്കുന്നു. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാനിട്ട് കാക്കുമെന്നും ദാവീദ് പ്രതിജ്ഞ ചെയ്യുന്നു. സങ്കീർത്തനം 31:11 നമുക്കത് കാണുവാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഈ ഭൂമിയുടെ സന്തുലിത അവസ്ഥ കാത്തു സൂക്ഷിക്കുവാൻ നാം കടപ്പെട്ടവരാണ് എന്ന് മറക്കാതിരിക്കുക. നാം ഈ അവസരത്തിൽ നാം ചിന്തിക്കേണ്ടത്, നമുക്ക് ഈ മിസ്പ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായി. കാവൽ ഗോപുരങ്ങൾ, അതായത് നമ്മെ ഈ ലോകത്തിലേക്ക് ദൈവം ഓരോ ദൗത്യം തന്നാണ് അയച്ചിരിക്കുന്നത്. ആ ദൗത്യത്തിന് പ്രകാരം നമ്മൾക്ക് ഉള്ള ചില കർത്തവ്യങ്ങളുണ്ട്. അതായത് ഒരു പരസ്പര സഹായത്തോടുകൂടി പരസ്പരം ഒരു കാവൽക്കാരായി നാം നമ്മുടെ മറ്റു ജീവികളെ നമ്മൾ കാക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല.
ആയതിനാൽ ഇവിടെ നാം ഓർത്തിരിക്കേണ്ടത്, കർത്താവേ, ഞാൻ പകൽ ഇടപെടാതെ കാത്തു നിൽക്കുന്നു, രാത്രി മുഴുവനും ഞാൻ കാവൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന യെശയ്യാ പ്രവാചകനോടൊപ്പം പറയുവാൻ ദൈവം നമുക്ക് കരുണ തരട്ടെ. അതുപോലൊപ്പം തന്നെ നാം നമ്മളുടെ ദൈവത്തിൻ്റെ മക്കളായി തീരണമെന്നുണ്ടെങ്കിൽ ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഈ ലോകത്തിൽ എല്ലാവിധ സുഖങ്ങളും അനുഭവിച്ചതിന് ശേഷം സ്വർഗരാജ്യത്തിലൊരു അവകാശിയാകുവാൻ സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടി നാം നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.